നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യയിലുടനീളം ഒരേ രീതിയിലുള്ള മിനിമം വേതനം ഉറപ്പാക്കുന്ന ദേശീയ മിനിമം വേതന പരിധി നിയമപരമായിട്ട് നടപ്പിലാക്കാനുള്ള നിർണായക നീക്കങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് ഔദ്യോഗിക ചർച്ചകളൊക്കെ തന്നെ ആരംഭിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക ഉപദേശക സമിതി രൂപീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. 2019 പാർലമെൻറ്റ് പാസ്സാക്കിയ വേതന ചട്ടം കോഡ് ഓഫ് വേജസ് 2019 നിയമപരമായിട്ട് പ്രാബല്യത്തിൽ വരുത്തുന്നതിനാണ് ഇപ്പോൾ നടപടികൾ വേഗത്തിലാക്കുന്നത്. ഇതുവരെ വെറും ഒരു ഉപദേശക സ്വഭാവം മാത്രമുണ്ടായിരുന്ന വേതന പരിധി ഇതോടെ ശക്തമായിട്ടുള്ള ഒരു നിയമമായിട്ട് മാറുന്നതായിരിക്കും. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കേന്ദ്രം നിശ്ചയിക്കുന്ന പരിധിയേക്കാൾ കുറഞ്ഞ വേതനം നൽകാൻ ഒരു സംസ്ഥാനത്തിനും നിയമപരമായിട്ട് സാധിക്കില്ല. അതേസമയം കേരളം പോലെ നിലവിൽ ഉയർന്ന മിനിമം വേതനം നൽകുന്ന സംസ്ഥാനങ്ങൾ അത് കുറയ്ക്കേണ്ടതില്ലെന്നും ഓരോ പ്രദേശത്തെയും ജീവിത ചെലവ് അനുസരിച്ച് വ്യത്യസ്ത നിരക്കുകളൊക്കെ തന്നെ നിശ്ചയിക്കാമെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്ന അന്തിമ ശമ്പളമല്ല, മറിച്ച് ഏറ്റവും ചുരുങ്ങിയ നിരക്കാണ്. ഇതിനു മുകളിൽ തൊഴിലാളികളുടെ വൈദഗ്ധ്യവും അതോടൊപ്പം തന്നെ ജോലിയുടെ സ്വഭാവവും നോക്കിക്കൊണ്ട് അന്തിമ വേതനം നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കായിരിക്കും ഉണ്ടാവുക. മുൻപുണ്ടായിരുന്ന പഴയ നിയമം അത് ചില തൊഴിൽ മേഖലകൾക്ക് മാത്രമാണ് പരിരക്ഷ നൽകിയിരുന്നതെങ്കിൽ പുതിയ ചട്ടം അത് എല്ലാത്തരം ജീവനക്കാർക്കും മിനിമം വേതനത്തിനുള്ള നിയമപരമായിട്ടുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. കൂടാതെ ഓരോ 5 വർഷം കൂടുമ്പോഴും വേതന നിരക്കുകൾ നിർബന്ധമായിട്ടും പുതുക്കണം. നിലവിൽ വളരെ കുറഞ്ഞ വേതനം നിലനിൽക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്കായിരിക്കും ഈ നിയമം വഴി ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉടനടി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും ഇന്ത്യയിലുടനീളമുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് മാന്യമായ വേതനം ഉറപ്പാക്കാൻ ഈ പുതിയ നിയമം ശക്തമായ ഒരു അടിത്തറയാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും ദൈനംദിന പാചക ആവശ്യങ്ങൾക്കായിട്ട് ആശ്രയിക്കുന്നത് LPG സിലിണ്ടറുകളെയാണ്. എല്ലാ LPG സിലിണ്ടറുകളുടെയും മുകൾ ഭാഗത്തെ മെറ്റൽ ബെൽറ്റിൽ ഒരു കോഡ് നമ്പർ പ്രിന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ സാധാരണക്കാർ അധികം ശ്രദ്ധിക്കാത്ത ഈ കോഡിന് പിന്നിൽ നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ വലിയൊരു രഹസ്യമുണ്ട്. സിലിണ്ടറുകളുടെയൊക്കെ തന്നെ നിർബന്ധിത സുരക്ഷാ പരിശോധന എന്നാണെന്ന് വ്യക്തമാക്കുന്ന ടെസ്റ്റിംഗ് തീയതി, ടെസ്റ്റിംഗ് ഡ്യൂ ഡേറ്റ്, അതാണ് ഈ കോഡ് സൂചിപ്പിക്കുന്നത്. ഈ കോഡുകളുടെ തുടക്കത്തിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒരു വർഷത്തിലെ 4 പാദങ്ങളെയാണ്, അതായത് ക്വാർട്ടേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ A എന്ന് തുടങ്ങുന്ന ആദ്യ അക്ഷരം അത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളെയും, B എന്ന അക്ഷരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളെയും സൂചിപ്പിക്കുന്നു. കൂടാതെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിനെ C കൊണ്ടും അതോടൊപ്പം തന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിനെ D കൊണ്ടും അടയാളപ്പെടുത്തുന്നു. ഈ അക്ഷരങ്ങൾക്ക് ശേഷമുള്ള 2 അക്കങ്ങൾ വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് സിലിണ്ടറിൽ A26 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ സിലിണ്ടർ 2026 മാർച്ചിനുള്ളിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. വീടുകളിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകളുടെ ആകെ ആയുസ് 15 വർഷമാണ്. ഈ കാലയളവിനുള്ളിൽ സിലിണ്ടറുകൾ 2 തവണ നിർബന്ധമായിട്ടും സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കണം. ഈ തീയതി കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിനാൽ തന്നെ ഇനി മുതൽ സിലിണ്ടർ ഡെലിവറി സ്വീകരിക്കുന്നതിന് മുൻപ് എപ്പോഴും അതിലെ കോഡ് അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കോഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശോധനാ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ ആ സിലിണ്ടർ സ്വീകരിക്കാതെ മറ്റൊരു സിലിണ്ടർ ആവശ്യപ്പെടാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആശ്രയമില്ലാത്ത വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതാണ് ഈ പദ്ധതി. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇതിനായിട്ട് അപേക്ഷിക്കാമെങ്കിലും ഇതിൻ്റെ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കാരണം അർഹരായവർക്ക് പോലും ഇതിൻ്റെ പ്രയോജനം ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ പദ്ധതി പ്രകാരം അപേക്ഷകൻ്റെയും സംരക്ഷിക്കപ്പെടുന്ന വിധവയുടെയും ഒക്കെ തന്നെ ആകെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്ന് മാത്രമല്ല അവർ മറ്റു യാതൊരുവിധ സർക്കാർ ക്ഷേമ പെൻഷനുകളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവരും ആകരുത്. നിലവിൽ 50 വയസ്സ് കഴിഞ്ഞ ഭൂരിഭാഗം വിധവകൾക്കും 1600 രൂപയോ അതിന് മുകളിലോ വിധവാ പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ കൂടുതൽ തുക ലഭിക്കുന്ന ആ പെൻഷൻ ഉപേക്ഷിച്ചുകൊണ്ട് വെറും 1000 രൂപ മാത്രം ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് ആരും അപേക്ഷിക്കാൻ മുതിരില്ല. വർഷങ്ങളായിട്ട് തുടരുന്ന ഈ പ്രഹസന പദ്ധതിയുടെ നിബന്ധനകളിൽ സർക്കാർ അടിയന്തരമായിട്ട് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. വിധവകൾക്ക് പെൻഷൻ ഉണ്ടായാൽ പോലും
അവരെ സംരക്ഷിക്കുന്ന പാവപ്പെട്ട ബന്ധുവിൻ്റെ സാമ്പത്തികാവസ്ഥ പരിഗണിച്ച് ഈ 1000 രൂപ ധനസഹായം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഇതൊരു യഥാർത്ഥ ആശ്വാസമായിട്ട് മാറുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് വലിയൊരു സുരക്ഷാ കവചമൊരുക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ജീവൻ ദീപം ഒരുമ നിലവിൽ വന്നിരിക്കുകയാണ്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും LICയും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ കേവലം 20 രൂപ മാത്രം വാർഷിക പ്രീമിയം അടച്ച് അംഗങ്ങൾക്ക് വലിയൊരു ഇൻഷുറൻസ് പരിരക്ഷ സ്വന്തമാക്കാം. 18നും 50നും ഇടയിൽ പ്രായമുള്ള ഏതൊരു കുടുംബശ്രീ അംഗത്തിനും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. നിർഭാഗ്യവശാൽ അംഗത്തിന് സ്വാഭാവിക മരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വരെ ധനസഹായം ഉറപ്പു നൽകുന്ന ഈ പോളിസിക്ക് 2027 മാർച്ച് 31 വരെയാണ് കാലാവധിയുള്ളത്. ഇതിനായി ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ CDS തലത്തിലുള്ള ഭീമമിത്ര വഴി പ്രീമിയം തുക വളരെ എളുപ്പത്തിൽ അടയ്ക്കാനും സാധിക്കും. ഈ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെയായിട്ട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെയൊക്കെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനും അതോടൊപ്പം തന്നെ ബിസിനസ് വളർത്താനും സഹായിക്കുന്ന മികച്ച വായ്പാ പദ്ധതികളും കുടുംബശ്രീ ഒരുക്കുന്നുണ്ട്. അയൽക്കൂട്ട അംഗങ്ങളുടെയൊക്കെ തന്നെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് നൽകുന്ന ഇൻറ്റേർണൽ ലോൺ, അത് പ്രവർത്തന മികവ് നോക്കി ബാങ്കുകൾ വഴി ലഭ്യമാകുന്ന ബാങ്ക് ലിങ്കേജ് ലോൺ, ഇവയെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലിങ്കേജ് ലോണുകൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്ന അയൽക്കൂട്ടങ്ങൾക്ക് പലിശ സബ്സിഡി ലഭിക്കുന്നത് വഴി വളരെ കുറഞ്ഞ പലിശ നിരക്കിലോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പലിശരഹിതമായിട്ടോ ലോൺ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് 4-5 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് നൽകുന്ന JLG മൈക്രോ ക്രെഡിറ്റ് വായ്പകളും പുതിയ ചെറുകിട സംരംഭങ്ങളൊക്കെ തന്നെ തുടങ്ങാൻ സർക്കാർ സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന മൈക്രോ എൻ്റർപ്രൈസസ് ലോണുകളും ഇതിലൂടെ ലഭ്യമാണ്. കുടുംബശ്രീയിലെ സജീവ അംഗങ്ങൾക്ക് അവരുടെ അയൽക്കൂട്ട മീറ്റിങ്ങുകളിൽ അപേക്ഷ സമർപ്പിച്ച ശേഷം ADS CDS ഓഫീസുകൾ വഴി പ്രൊജക്റ്റ് പ്രപ്പോസലുകളൊക്കെ തന്നെ ബാങ്കിലേക്ക് സമർപ്പിച്ച് ഈ വായ്പകൾ സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ അടുത്തയാഴ്ച മുതൽ ആരംഭിക്കും. ഈ മാസം 21-ാം തീയതി സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ കടമെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തുടർന്ന് 23-24 തീയതികളിലായിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നേരിട്ട് വിതരണം എത്തുന്നതായിരിക്കും. എന്നാൽ ഈ മാസത്തിലെ പെൻഷൻ അത് മുടങ്ങിപ്പോകുമെന്ന രീതിയിലൊക്കെ ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ മാസത്തെ പെൻഷൻ മുടക്കുന്നത് എന്ന തരത്തിലൊക്കെ തന്നെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് വ്യാജ വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള യാതൊരുവിധ അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഈ മാസത്തിലെ പെൻഷൻ തുക അത് യാതൊരു തടസ്സവും കൂടാതെ കൃത്യമായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരാനുണ്ട്. കാരണം ജൂലൈ മാസത്തിലെ പെൻഷൻ മുടക്കിക്കൊണ്ട് ഓഗസ്റ്റിൽ ഇരട്ടി പെൻഷൻ നൽകില്ല. അങ്ങനെ നൽകുകയാണെങ്കിൽ അത് സെപ്റ്റംബറിലെ പെൻഷൻ മുൻകൂറായിട്ട് നൽകാനാണ് കൂടുതലും സാധ്യത. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമോ, പ്രത്യേക അലവൻസുകൾ അനുവദിക്കുമോ, കുടിശ്ശിക തുക വിതരണം ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിലും ഇതുവരെ വ്യക്തമായിട്ടുള്ള സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഏതായാലും വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾക്ക് ശേഷം മാത്രമേ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതിനാൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. നിലവിലെ വിവരം അനുസരിച്ച് ഈ രീതിയിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക. അതേസമയം മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇതുവരെ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതിനാൽ ഇപ്പോൾ കനത്ത മഴയൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ പ്രായമായവർ മസ്റ്ററിംഗ് ആവശ്യത്തിനായിട്ട് ദയവ് ചെയ്ത് അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലേക്കോ ധൃതി പിടിച്ച് പോകേണ്ടതില്ല. മസ്റ്ററിംഗ് തീയതി നീട്ടുന്നതോ അല്ലെങ്കിൽ മറ്റിളവുകൾ ഇതിൽ നൽകുന്നതോ സംബന്ധിച്ചുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അറിയിച്ചേക്കാം. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് പുറത്തു വരുന്നത് വരെ അനാവശ്യ യാത്രകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തുന്നു. തിങ്കളാഴ്ച 2026 ജൂലൈ 13 വിപണിയിൽ സ്വർണ്ണവിലയിൽ വീണ്ടും ഗണ്യമായ കുറവുണ്ടായി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 13,100 രൂപയിലും അതോടൊപ്പം തന്നെ പവന് 1,04,800 രൂപയിലുമാണ് ഇന്നലത്തെ വിപണി നിരക്ക് പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ രാവിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.